ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസിൽ ബാത്റൂമിലെ കോൺക്രീറ്റ് സീലിംഗ് ഇളകി വീണു. ബാത്റൂമിൽ കയറിയ ലീഗൽ മെട്രോളജി ജൂനിയർ സൂപ്രണ്ട് GR രാജീവ് അപകടത്തിൽ നിന്നും പരിക്കേൽക്കാതെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. രഘുനാഥ് നാരായണൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, എപ്പോഴാണ് ഈ സംഭവം? ഈ ജൂനിയർ സൂപ്രണ്ടിന് എന്തെങ്കിലും പരിക്കുണ്ടോ? ഇന്ന് രാവിലെ ആയിരുന്നു അപകടമുണ്ടായത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, കോൺക്രീറ്റ് സീലിംഗ് ഇടർന്ന് ക്ലോസറ്റിന്റെ മുകളിലേക്കാണ് വീണത്. ഉദ്യോഗസ്ഥൻ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നുള്ളതാണ് അദ്ദേഹം സുഹൃത്തുക്കളോട് പറഞ്ഞത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി വ്യക്തമാണ്. അധികം ആളിന്റെ അല്ലാതെ, അതായത് വളരെ കഴിഞ്ഞ 1-2 മാസങ്ങൾക്കുള്ളിൽ അവിടെ അറ്റകുറ്റപ്പണി നടത്തിയത് അല്ലെങ്കിൽ പെയിന്റിംഗ് ജോലികൾ നടത്തിയതാണെന്ന് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം നല്ല വെള്ള പെയിന്റ് അടിച്ചൊരു സ്ഥലം തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഒരു ഒന്നിൽ ആ നിർമ്മാണത്തിന്റെ പാളിച്ചയായിരിക്കാം, അല്ലെങ്കിൽ അത് ഇളകിയിരിക്കുന്നത് കണ്ടിട്ട് അതിന്റെ മുകളിലൂടെ പെയിന്റ് ചെയ്തത്. സ്വാഭാവികമായിട്ട് തന്നെ ഈ PWD റിസോഴ്സുകളൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടി എല്ലാ വർഷവും പണം ചെലവാക്കാറുണ്ട്. ഇപ്പോൾ മറ്റേ സർക്കാർ തന്നെ വന്നതിന് ശേഷം ഈ PWD റെസ്റ്റോറൻറ്റുകളൊക്കെ സാധാരണക്കാർക്കും ഒക്കെ തുറന്നു കൊടുക്കുന്ന വലിയ പദ്ധതികളൊക്കെ ഉണ്ട്. അതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ ധാരാളം നിർമ്മാണ ജോലികളൊക്കെ അവിടെ നടക്കുന്നതാണ്. കഴിഞ്ഞ ദിവസമാണ് സെക്രട്ടേറിയറ്റിലും സമാനമായ രീതിയിൽ ശുചിമുറിയിലെ ക്ലോസറ്റ് തകർന്ന ഒരു അവസ്ഥ ഉണ്ടായത്. ഇന്ന് രാവിലെയാണ് ആലപ്പുഴ PWD റെസ്റ്റ് ഹൗസിൽ സമാനമായ രീതിയിലുള്ളൊരു അപകടമുണ്ടായത്. ഉദ്യോഗസ്ഥന് ഒന്നുമില്ല, അദ്ദേഹം ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു.